ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ സ്റ്റഡീസിൽ, അതായത് എസ്പെഷ്യലി ഇംഗ്ലീഷിൻ്റെ സ്റ്റഡീസിൽ നമുക്ക് സ്പെല്ലിങ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അഥവാ സ്പെല്ലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. ഇത് വെറും ഒരു ചെറിയ ടോക്കാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ ഇനി ചെയ്യാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് കുഞ്ഞുനാളിലെ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റു മുതിർന്ന ആൾക്കാർക്കും ഇനിയും തുടങ്ങാത്തവർക്ക് ഇപ്പോഴും തുടങ്ങാനുള്ള അവസരമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പഠനം എന്ന് പറയുന്ന കാര്യത്തിന് ഒരു പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് സത്യം. ഏത് ഏജിലും നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇനി വേണമെങ്കിലും തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം നമ്മൾ 5 വാക്കുകൾ കറക്റ്റായി എഴുതാൻ പഠിച്ചാൽ, വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നമ്മൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്പെല്ലിങ്സിനെ കുറിച്ചാണ്, അല്ലേ? നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെഴുതുമ്പോൾ പലപ്പോഴും പല വാക്കുകളും അവർ അങ്ങനെയാണ് പഠിച്ചു വന്നത്. ചെറുതിലെ മുതലേ അവരത് ഫോളോ അപ്പ് ചെയ്തത് കൊണ്ട് അവർക്കൊരിക്കലും പിന്നീട് ആ സ്പെല്ലിങ്സിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. എത്ര മുതിർന്നാലും ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ വെറും ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഓഫീസ് എന്നുള്ള വാക്കുണ്ടല്ലോ, ഓഫീസ് എന്നുള്ള വാക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന രീതിയിലാണെങ്കിൽ OFFISE എന്ന് എഴുതിയാലും അത് ഓഫീസ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റുമല്ലേ? എല്ലാവർക്കും ആ തെറ്റ് പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, ചിലർക്കെങ്കിലും ആ തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഓരോ സ്പെല്ലിങ്സും എഴുതി പഠിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെനഫിഷ്യലായിട്ട്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അതായത് ഞാനൊക്കെ ചെറുതിലെ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു. അതായത് ഒരു ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൻ്റെ ഒരു പാഠഭാഗം ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഹാർഡ് വേർഡ്സ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഓരോ കുട്ടികളും ഓരോ വേർഡ്സും ടീച്ചർ അണ്ടർലൈൻ ചെയ്യാൻ പറയും നമ്മളെടുത്ത്. അപ്പോൾ നമ്മളത് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഓരോ വേർഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കും. 10 ടൈംസ് എഴുതും. അന്നൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഇങ്ങനെ എഴുതുന്നത് വെറുതെ എന്തിനു കിടന്ന് 10 പ്രാവശ്യം ഓരോ വാക്കുകളും എഴുതുമ്പോൾ തന്നെ ബുക്കൊക്കെ നിറഞ്ഞു പോകാറുണ്ടല്ലേ. പക്ഷേ അന്ന് നമ്മൾ പഠിക്കുന്ന ആ വാക്കുകൾ, അങ്ങനെ എഴുതി പഠിക്കുന്ന ഓരോ വാക്കുകളും നമ്മൾ ഒരിക്കലും മറക്കാറില്ല എന്നുള്ളതാണ്. OFFISE എന്ന് തെറ്റായിട്ട് എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് OFFICE അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അത്രയും പ്രാവശ്യം വരെ എഴുതുക. അങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, ഓഫീസ് എന്നുള്ള വാക്ക്. അതുപോലെ മറ്റു പല വാക്കുകളും ഇതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മിലിറ്ററി എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ MILITERY എന്ന് നമുക്ക് എഴുതാം. പക്ഷേ MILITARY അതാണ് മിലിറ്ററിയുടെ ഒറിജിനൽ സ്പെല്ലിംഗ്, യഥാർത്ഥ തെറ്റില്ലാത്ത സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല വാക്കുകളും നമുക്ക് ഉച്ചാരണത്തിന്റെ പേരിൽ ഇംഗ്ലീഷിൽ തെറ്റിപ്പോകാതിരിക്കാനായി എല്ലാവർക്കും എന്ത് ചെയ്യാം, ഓരോ വാക്കുകൾ ഒരു ദിവസം 2 വാക്ക് പഠിച്ചാലും മതി. പക്ഷെ ആ 2 വാക്ക് വിതൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇത് പഠിക്കുന്നതിന് പ്രത്യേകിച്ചൊരു ഏജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത്, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നുപോയില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എഴുതാൻ നേരം കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടാലും ടീച്ചർ ഒരുപാട് ഹോംവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ധാരാളം പാരൻസ് നമുക്കിടയിലുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പാരൻസ് ഒക്കെ മുൻകാലങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവുള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏത് വാക്കുകളും എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് മറന്നു പോകില്ല. പണ്ട് ഞാൻ എഴുതി പഠിച്ച വാക്കുകളാണ് ഇന്നും എനിക്ക് സ്പെല്ലിങ്സിന്റെ രൂപത്തിൽ അറിയുന്നത്. അതല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ പുതിയതായിട്ടും ഒരു വാക്ക് കണ്ടാൽ എനിക്കതൊരു സ്പെല്ലിംഗ് എററാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എഴുതി പഠിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വീഡിയോസുമായി ഞാൻ മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത്, സ്പെല്ലിങ്സ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബിഫോർ യു ലേൺ ദി ലാംഗ്വേജ് എന്നുള്ളതാണ്. ഒരു ഭാഷ പഠിക്കുന്നതിന് മുന്നേ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക.
എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ, സീ യു ഇൻ ദ നെക്സ്റ്റ് ബ്ലോഗ്. താങ്ക് യു.